മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തിരുവനന്തപുരത്ത്. കൂടുതൽ വിവരം പറയാറായിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ മറ്റ് വിവിധ നടപടികളിലാണ്. കാരണം ആളുകൾക്ക് കൃത്യമായിട്ട് അവിടെ എത്തിപ്പെടാനുള്ള പ്രയാസം വന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ എല്ലാ സന്നാഹങ്ങളും അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എയർഫോഴ്സ് അടക്കം കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഫലപ്രദമായി കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രൈം മിനിസ്റ്ററും പ്രതിപക്ഷ നേതാവും രണ്ടു കൂട്ടരും വിളിച്ചിരുന്നു. രണ്ടാളുകളും എല്ലാവിധ സഹായങ്ങളും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബന്ധപ്പെട്ട നമ്മുടെ ഇവിടുന്ന് എല്ലാ തരത്തിലും ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്നുമുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടി കഴിഞ്ഞാലാണ് അതിനകത്തൊരു വ്യക്തതയോടെ പറയാൻ പറ്റും. എന്നിട്ട് നോക്കാം നമുക്ക്. അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ NDRFിൻ്റെ ആസ്ഥാന കാര്യാലയം സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിനും കൃത്യമായൊരു പിക്ചർ ലഭിച്ചിട്ടില്ല. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ രണ്ട് പ്രദേശങ്ങൾ വയനാട്ടിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. 200ഓളം വീടുകൾ തകർന്നുപോയി. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ലേറ്റസ്റ്റ് മുണ്ടകയിലാണ് ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്തുള്ള. ഏറ്റവും കൂടുതൽ മുണ്ടകൈ ടൗണിലാണ് ആദ്യം 1 മണി കഴിഞ്ഞ് രാത്രിയിൽ വെളുപ്പിന് ഉരുൾപൊട്ടിയത്. പിന്നീടാണ് അടുത്ത പ്രദേശത്തേക്ക് ഉരുൾപൊട്ടിയത്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ പുത്തുമല, ഏറ്റവും വലിയ ദുരന്തമരങ്ങേറിയ പുത്തുമല ഈ മുണ്ടകയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രദേശമാണ്. ഈ നടുക്കുന്ന ഓർമ്മകളുണ്ട്. മാത്രമല്ല അവിടെ മുണ്ടകൈ ടൗണിൽ തകർന്നുപോയ ഈ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടായിരുന്നു എന്ന രീതിയിൽ വാർത്ത പ്രചരിക്കുന്നു. ഇപ്പോൾ ഈ സ്കൂളിൻ്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും തകർന്നുപോയി, വെള്ളത്തിൽ ഒലിച്ചുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്തെ പാലം ഒലിച്ചുപോയതോടെ മുണ്ടകൈയിലേക്കുള്ള എല്ലാവിധമായ ബന്ധങ്ങളും ഇല്ലാതായിട്ടുണ്ട്. അവിടേക്ക് കടന്നു ചെല്ലാൻ രക്ഷാസേനയ്ക്ക് കഴിയുന്നില്ല എന്നുകൂടി ഇവർ